ഈശോമിശിഹായിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് 67-ാമത്തെ സങ്കീർത്തനമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. 7 തിരുവചനങ്ങൾ ദൈവത്തിൻ്റെ രക്ഷാകര ശക്തിയെക്കുറിച്ച് ഇന്ന് ധ്യാനിക്കുന്നു. സങ്കീർത്തനം പറയുന്നത് എല്ലാ ജനതകളും ദൈവത്തെ സ്തുതിക്കട്ടെന്നാണ്. ഒരുപക്ഷെ വിളവെടുപ്പ് സമയത്തെ നടത്തുന്ന ഒരു കൃതജ്ഞതാ സങ്കീർത്തനമായിട്ട് ഈ സങ്കീർത്തനത്തെ കാണാൻ പറ്റും. 7 വാക്കുകൾ മാത്രമുള്ള ഈ ചെറിയ സങ്കീർത്തനം ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രതീക്ഷയോടെ ജീവിക്കുന്നതിന് സങ്കീർത്തകൻ നമ്മളെ പ്രബോധനം നൽകുകയാണ്. ദൈവം പ്രപഞ്ച സൃഷ്ടികൾക്ക് മേൽ വെളിച്ചം നൽകുന്നു എന്നുള്ള പ്രാർത്ഥനയാണ്. വെളിച്ചവും, അതായത് ഇരുളും മഴയുമെല്ലാം, വെളിച്ചവും പ്രകാശവുമെല്ലാം ദൈവം നൽകുന്ന അനുഗ്രഹത്തിൻ്റെ പ്രതീകമായിട്ടാണ് സങ്കീർത്തകൻ വിവരിക്കുന്നത്. സകല മനുഷ്യരും ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് യോഗ്യരാണ്. സമൃദ്ധി ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ടാണ് സങ്കീർത്തകൻ പറയുന്നത്. മനുഷ്യൻ നിരന്തരം യാചനകൾ നടത്തിക്കൊണ്ടിരിക്കണം, ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവവും സ്രഷ്ടാവും രക്ഷകനുമായിട്ടുള്ള ദൈവമേ, ജനതകളെല്ലാം അങ്ങയുടെ മഹത്വത്തെ തലമുറകളിലൂടെ പ്രവർത്തിക്കുവാനായിട്ട് ശക്തി കൊടുക്കണം. ഭൂമിയും ചരാചരങ്ങളും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടി, പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ശക്തി തരണം. അങ്ങേക്ക് നന്ദി പ്രകാശനം നടത്തുന്നതിന് ഞങ്ങളുടെ ജീവിതങ്ങളെ തന്നെ ശക്തിപ്പെടുത്തണം. കാണുന്ന എല്ലാ കാര്യങ്ങളോടും, കാണുന്ന വ്യക്തികളോടും നമുക്ക് ഇന്ന് നന്ദിയുള്ളവരാക്കാം. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. സർവശക്തനായ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദൈവം സമൃദ്ധമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. വചനവയൽ ആപ്പ് എക്കാലത്തെയും വചന പഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായി. ഇന്നു തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഈ ബുക്കുകൾ സ്വന്തമാക്കൂ. ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഒരുങ്ങാം. വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം. www.vajanavayal.com എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ്. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കും സഭാവിജ്ഞാന ക്വിസുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന 1,00,000-ൽ പരം ചോദ്യോത്തരങ്ങൾ. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം വചനവയൽ ആപ്പ്.